പുനലൂർ മണിയാർ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ സുശീലൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയൊരു സംരംഭം നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കുവാൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച പ്രവർത്തകരായ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അർഹിപ്പിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രി നമ്മളിൽ വിട്ടുപോയിട്ട് ഒരു വർഷം തികയുകയാണ്. സമർത്ഥനും പ്രഗത്ഭനുമായ ഒരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൽ കിട്ടിയത് നമ്മുടെ കോൺഗ്രസ്സുകാരായ എല്ലാ ആളുകൾക്കും, വിശേഷിച്ചും കേരളത്തിലുള്ള ജനങ്ങൾക്കെല്ലാവർക്കും ഒരു ഭാഗ്യം തന്നെയായിരുന്നു. അദ്ദേഹത്തെപ്പോലെ ഒരു മുഖ്യമന്ത്രി നമുക്ക് ഇനി കിട്ടുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട്. ഈ ഒരു വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ഭരണകാലം കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു സംവിധാനം നമ്മളെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും ആസ്വദിച്ചും ദുഃഖിതരുമായിരിക്കുകയാണ്. അതിന് അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എല്ലാം അനുശോചനം അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം. നേതാക്കളായ ബി ജ്യോതിനാഥ, എസ് സജീവ, ജേക്കബ് മണിയാർ, വിജയൻ മണിയാർ, അൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി പായസ വിതരണവും സംഘടിപ്പിച്ചു. അതുകൊണ്ട് വേണേലും കൊണ്ടിരുന്നുണ്ട്. കഴിയായിരുന്നോ? കഴിയെടുത്തോ? കഴിയണം. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും മറ്റ് സഹപ്രവർത്തകരോടും ദുഃഖവും അനുശോചനം അറിയിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള പാഠശാലത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അതിൻ്റെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആശംസ അറിയിപ്പിക്കുന്നതോടൊപ്പം ആ കുടുംബത്തിനും ഈ ഉമ്മൻചാണ്ടി സാറിനും എല്ലാ ഈ സമയത്ത് എല്ലാ ആവശ്യങ്ങളും നന്ദി, നമസ്കാരം. അല്ല, ചൂടോടാന്ന് കുഴപ്പമില്ല, തണുത്താരേ ഉള്ളൂ. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.